അങ്ങനെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 കഴിഞ്ഞ സീസണുകളിലെ അപേക്ഷിച്ച് ഇപ്രാവശ്യം പലതരം സർപ്രൈസുകളും പലതരം ട്വിസ്റ്റുകളുമായിട്ടാണ് ബിഗ് ബോസ് ടീം വന്നിരിക്കുന്നത്. അതായത് മെയിനായിട്ടുള്ളത് അവരുടെ സ്പോൺസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ കോമണേഴ്സിന് ഇപ്രാവശ്യം ചാകരയാണ്. പല കോമണേഴ്സിനും ഇപ്രാവശ്യം കയറാനുള്ള അവസരമാണ്. കഴിഞ്ഞ സീസണുകളിൽ എല്ലാം 1-2 കോമണേഴ്സിന് കയറാം, അല്ലെങ്കിൽ ഒരു കോമണേഴ്സിന് അല്ലെങ്കിൽ ഒരു കോമണറിന് കയറാമെന്നായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 10-15 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ അതിൽ 10-15 ഇടയ്ക്കുള്ള കോമണേഴ്സിന് ബിഗ് ബോസ് മലയാളം സീസൺ 8 മുഖം കാണിക്കാനും അവരുടെ പെർഫോമൻസ് നടത്താനുമായിട്ടുള്ള ഒരു അവസരം ബിഗ് ബോസ് ഒരുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഗ്നിപരീക്ഷ എന്നൊരു സംഭവത്തിലൂടെയാണ് അത് വരുന്നത്. അപ്പോൾ ഈ അഗ്നിപരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിൽ പോലും മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എടുക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് സാധിച്ചെടുക്കാവുന്ന ഒരു അവസരമാണ് കിട്ടുന്നത്. ഇനി അതല്ല, അഗ്നിപരീക്ഷയിൽ വിജയിച്ച് നമ്മൾ സീസൺ 8 മെയിൻ എപ്പിസോഡ്സിൽ അല്ലെങ്കിൽ മെയിൻ കോമ്പറ്റീഷനിലേക്ക് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അനീഷിനെല്ലാം കിട്ടിയതുപോലെ അല്ലെങ്കിൽ അനീഷ് കളിച്ചതുപോലെ ഇവർക്ക് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കളി കളിച്ച് മറ്റുള്ളവരെ നിലംപരിച്ചാക്കാൻ കഴിഞ്ഞാൽ അത് മറ്റൊരു അച്ചീവ്മെൻ്റായിട്ട് കോമണേഴ്സിനോ ഒന്നിൽ കൂടുതൽ കോമണേഴ്സിന് വേണമെങ്കിൽ സാധിക്കാവുന്നതാണ്. ഇപ്രാവശ്യം നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കണ്ട പോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയും ബിഗ് ബോസ് 8 വരികയാണ്. പക്ഷേ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വരുന്നത് അവർ, നമുക്കറിയാം, ലാലേട്ടൻ ആദ്യം കോമണേഴ്സിന് അഗ്നിപരീക്ഷയിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് പങ്കെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റും പ്രഖ്യാപിച്ചു. അതിനുശേഷം ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു സ്പോൺസറായിട്ടുള്ള ബിഗ് ബോസ് മലയാളം 8 സ്പോൺസറായിട്ടുള്ള മൈജി, ഇപ്പോൾ കഴിഞ്ഞ സീസണിലും മനീഷ് വന്നത് മൈജി കോണ്ടസ്റ്റിലൂടെയാണ്. അപ്പോൾ അതുപോലെ മൈജിയുടെ ബ്രാൻഡ് ഉയർത്താനായിട്ട് ആ ഒരു വഴിക്കും കോമണേഴ്സിൻ്റെ ഒരു സെലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വൈറ്റ് ഗോൾഡും എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു സ്പോൺസറാണ്. അപ്പോൾ വൈറ്റ് ഗോൾഡിൻ്റെയും ബ്രാൻഡ്, അവരുടെ ബ്രാൻഡിനും ഒരു പബ്ലിസിറ്റി കിട്ടാനും സെയിൽ നടക്കാനുമായിട്ടല്ലേ ഈ ബ്രാൻഡുകളെല്ലാം സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി വൈറ്റ് ഗോൾഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര സ്വയം വന്ന് അവരത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പ്രൊമോ ഇനി ഏഷ്യാനെറ്റിലും ഹോട്ട്സ്റ്റാറിലുമെല്ലാം നമുക്ക് കാണാം. വൈറ്റ് ഗോൾഡ് മുഖേന കോമണേഴ്സിന് എങ്ങനെ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടും, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിലായിരിക്കും ആ പ്രൊമോ വരുന്നത്. അപ്പോൾ ആ പ്രൊമോവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഒന്നുകിൽ ഇതുവരെ സെലക്ട് ചെയ്തിട്ടുള്ള കോമണേഴ്സിൽ ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് സംതൃപ്തരല്ല. അതുകൊണ്ട് അവർ കൂടുതൽ ആളുകളെ കുറച്ചും കൂടി സമയം കൊടുത്ത് ഇനിയും പ്രാപ്തരായിട്ടുള്ളതും കഴിവുള്ളതുമായിട്ടുള്ള പല ആളുകളും അപ്ലൈ ചെയ്യാൻ വൈകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കൊണ്ട് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും കൂടി ഒരു അവസരം കൊടുക്കാനായിരിക്കാം മറ്റൊരു ബ്രാൻഡ് രൂപത്തിൽ ആ ബ്രാൻഡിനും കൂടി അവസരം പബ്ലിസിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു പ്രൊമോ കൂടി വരാൻ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോമണേഴ്സിന് ഇപ്രാവശ്യം ഒരു ചാകരയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം പറ്റി കോൾ കിട്ടാത്ത ആളുകൾക്ക് ഇനിയും അവസരം കിട്ടുകയാണ്. ഇത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.